ഹലോ നമസ്കാരം. കോഫി കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? രാവിലെ പിള്ളേരെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്താണ് നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. പൊതുവേ നമ്മൾ ആഴ്ചയിൽ വർക്ക് ചെയ്യുന്നത് മാക്സിമം 3 days ഫുൾ ഡേ ആണെങ്കിൽ, ചിലപ്പോൾ ഹാഫ് ഡേ ആയിട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് 4 days. ഇന്ന് എനിക്ക് ഓഫാണ്. അപ്പോൾ ഈ ഓഫുള്ള ദിവസങ്ങളിലൊക്കെയാണ് നമ്മുടെ കുക്കിങ് കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നത്. തിരക്ക് പിടിച്ച് ചെയ്യുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇന്നാണെങ്കിൽ ഓഫാണ്. അപ്പോൾ നമ്മളിന്നൊരു വളരെ സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പനീർ ബട്ടർ മസാല എങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. ആർഭാടങ്ങളൊന്നുമില്ല, എന്നാൽ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ അതേ മെത്തേഡിൽ ഒതൻറ്റിക് രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളതിന് വേണ്ടി എടുത്തേക്കുന്നത് 2 സവോളയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ചെറിയ സവോള ആയതുകൊണ്ട് നമ്മളത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 3 വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു 4 ചെറിയ തക്കാളിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില വേണം, പനീർ വേണം. അതാണല്ലോ മെയിൻ, പനീർ വേണം. പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, ക്രീം മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. പിന്നെ മുളക് പൊടി, അങ്ങനെ മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇതിൻ്റെ വെളുത്തുള്ളി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. സംഭവം കുക്കിങ്ങൊക്കെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോലും ഇൻട്രസ്റ്റ് അല്ലാത്തൊരു പോർഷനും വരും. അത് കുക്കിംഗ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പാത്രം കഴുകാണ്. പക്ഷെ പൊതുവേ എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് പോകുന്ന ഒരു നേച്ചർ എനിക്കുണ്ട്. ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ തിരക്ക് പിടിച്ച് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും നടക്കത്തില്ല. അത് പടപടാന്ന് ചെയ്തു പോകുന്ന പരിപാടിയാണ്. ഈ റെസിപ്പി ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതൊന്നുമല്ല, ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ കണ്ടതിനകത്ത് ഞാൻ കുറച്ച് നാളെ വിചാരിക്കണം ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യണമെന്ന്. പക്ഷേ അപ്പോഴൊക്കെ നോൺ വെജിനോട് താല്പര്യമുള്ളതുകൊണ്ട് നോൺ വെജ് കാര്യങ്ങളൊക്കെ ചെയ്തങ്ങോട്ട് പോകും. ഇന്നിപ്പോൾ നിർബന്ധിക്കപ്പെട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയല്ലേ, മറ്റൊന്നുമല്ല. നോമ്പായതുകൊണ്ട് 50 നോമ്പാണ്. അപ്പോൾ നമുക്ക് ബട്ടർ മസാല എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിൽ വന്ന ബട്ടർ ചിക്കനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പനീറിലേക്ക് പോകാറില്ല. അപ്പോൾ നോമ്പായതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ വേറെ ഒന്നുമില്ല. നമുക്ക് അങ്ങനെ ചിന്തിച്ചപ്പോൾ കുറേ റെസിപ്പികൾ നോക്കി. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ ഞാൻ കണ്ടു. എന്നാൽ അതിനകത്ത് എൻ്റെതായ ചെറിയ മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. തൊലി പൊളിച്ചെടുക്കുക ഇച്ചിരി പാടാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ സവോള, വലിയ സവോളയൊക്കെ പൊളിക്കുമ്പോൾ, ഇവിടെയാണെങ്കിലും വലിയ സവോളയെന്ന് കിട്ടണമെങ്കിൽ പിന്നെയും തൊലി പൊളിക്കുക എളുപ്പമായിരിക്കും. ഇതിൻ്റെ ഇച്ചിരി ഭയങ്കര പാടാണ്. വളരെ തിന്നായിട്ടുള്ള തൊലിയാണ്. അതിങ്ങോട്ട് പൊളിച്ചെടുക്കാൻ വരുന്നില്ല. നമ്മുടെ പ്രോഗ്രാമുകളും പാർട്ടിയൊക്കെ നടത്താൻ നേരത്ത് ഇവിടുത്തെ ഇംഗ്ലീഷുകാരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൈസസോ കാര്യങ്ങളോ ഒന്നും അവർക്ക് അത്ര വലിയ താല്പര്യമില്ല. കൂടുതലും നോട്ടീസ് ചെയ്തേക്കണത്, മനസ്സിലാക്കിയേക്കണത്, നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടമുള്ളൊരു വിഭവമാണ് പനീർ ബട്ടർ മസാലയും ചിക്കൻ. ഇത് അവർ വളരെ എൻജോയ് ചെയ്ത് കഴിക്കണേ. അങ്ങനെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സംഭവം നാനാണ്. നാനും പനീർ ബട്ടർ മസാലയും സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ സവോളയുടെ കാര്യം തീരുമാനമായി. ഇനി കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് തക്കാളി ഒന്നുമില്ല, കഞ്ഞം മുന്നേ കണ്ടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. ചിലർ ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടേക്കണത്, ഇത് നേരെ മിക്സിയിലിട്ട് അടിച്ച് തക്കാളി, ഇത് സവോള ഇല്ലാതെ ചിലർ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇതൊക്കെ മിക്സിയിലിട്ട്, അണ്ടിപ്പരിപ്പും കശുവണ്ടിപ്പരിപ്പൊക്കെ മിക്സിയിലിട്ട് അടിച്ച് നേരെ ഒഴിച്ച് ചെയ്യണം കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിത് അങ്ങനെയല്ല ചെയ്യണത്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രമേ നമ്മളിത് മിക്സിയിലിട്ട് അടിക്കും. സത്യം പറഞ്ഞാൽ കുക്കിംഗ് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു റിലാക്സിങ് ടൈമാണ്. എൻജോയ് ചെയ്യണവർക്ക് കേട്ടോ, അത് ഇഷ്ടമുള്ളവർക്ക്. അതിൻ്റെ ബാക്കി അടുത്ത പ്രിപ്പറേഷനിലേക്ക് പോകാം. ഡയറക്റ്റ് ബട്ടർ പാനിലേക്ക് ഇടുന്നതിന് മുമ്പ് ഒരല്പം ഓയിൽ ഒഴിച്ചിട്ടാണ് ഇടുവാണെങ്കിൽ അതിനകത്ത് ആ പൊട്ടിത്തെറിക്കൽ ഒഴിവാക്കാം. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി അരിഞ്ഞത്, സവോള, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. കാഷ്നട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ബാക്കി തക്കാളിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. മൊത്തം അങ്ങോട്ട് നോക്കിയിട്ടോ. ഇതുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ആറാൻ വെക്കണം കേട്ടോ. ആറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം.
അങ്ങോട്ട് ഉടർത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ആറി വരുന്ന സമയം കൊണ്ട് നമുക്ക് പനീർ കട്ട് ചെയ്യാൻ. ഞാനൊരു 400 ഗ്രാമിൻ്റെ പനീറിനെ മേടിച്ചേക്കുന്നത്, ഒരു 200 ഗ്രാമിൻ്റെ ഓരോ പീസ് വെച്ചാണ് മേടിച്ചേക്കുന്നത്. 200 ഗ്രാമിൻ്റെ ഒരെണ്ണം, അങ്ങനെ 2 എണ്ണമാണ് മേടിച്ചേക്കുന്നത്. കോഫി ഇവിടെ ഇരിക്കാൻ മറന്നുപോയി. ചെറുതായിട്ടും നടന്നിട്ടുണ്ട്. അത്യാവശ്യം കഴിക്കാനുള്ള പീസുകളുണ്ട്. 400 ഗ്രാം എന്ന് പറയണം കേട്ടോ. അങ്ങോട്ട് ഫിനിഷ് ചെയ്തേക്കാം. ആറാൻ വെച്ചേക്കണത് ഞാൻ ജനൽ തുറന്നിട്ട് ജനലിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചതായിരുന്നു. പെട്ടെന്ന് ആറിക്കോട്ടെ നടക്കും. നല്ല തണുത്ത കാറ്റുണ്ട്. അതെല്ലാം കൂടെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. വാവ്, പെർഫെക്റ്റായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കശുവണ്ടി പരിപ്പൊക്കെ ചേർത്തുകൊണ്ടാണ് ശരിക്കും അടിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല തിക്നെസ്, നമ്മുടെ ഒരു ക്രീമി ആയിട്ട് നമുക്ക് നമ്മുടെ കറി കിട്ടും. തീ ചൂടാകുന്ന മുമ്പ് തന്നെ ബട്ടർ പാത്രത്തിലിടുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. 2 സ്പൂൺ ചില്ലി പൗഡർ, മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂണോളം നമ്മൾ മല്ലിപ്പൊടി. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നമുക്കൊന്ന് ശരിക്കും ഇളക്കി കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കണ്ടോ, എന്നിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ ബാക്കി വരുന്നത് മിക്സിയിൽ വെള്ളം കൂടി ചേർത്ത് അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കസ്തൂരി മേത്തി നല്ലോണം കൈകൊണ്ടും തിരുമിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ കാണാം നല്ല ക്രീമി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അതൊന്ന് ബോയിലായി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പനീറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കണ്ട നമ്മൾ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ കാരണം നമ്മൾ കുറച്ച് എരിവുകൾ ചേർത്തിട്ടുള്ളൂ. ആ എരിവിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി മധുരവും കൂടി വരുന്ന രീതിയിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഫൈനൽ ടച്ചപ്പ്. ഫൈനൽ ടച്ചായിട്ട് കുറച്ച് കശുവണ്ടിപ്പരിപ്പ് ബട്ടറിൽ വേവിച്ച് നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കും. അതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതുണ്ട നല്ല ക്രീമി ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കത് നല്ലൊരു ബൗളിലേക്ക് മാറ്റി ഒഴിച്ച് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ക്രീമും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ. വാവ്, ഫൈനൽ സാധനം നമ്മുടെ കയ്യിൽ റെഡിയാണേ. അപ്പോൾ നല്ലൊരു നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാനും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. സ്കൂൾ അടിപൊളിയായിരുന്നു. ഇതെന്നാന്നറിയാം, ഇതെന്നാ സ്പെഷ്യൽ എന്നാ? ഓക്കെ, എങ്ങനെയുണ്ടോ നോക്ക് കേട്ടോ. എന്തോ ആണോ? സൂപ്പറാണ്. അടുത്തത് ഹൈക്കാണ്. എങ്ങനെയുണ്ട്? എന്നാണ് സാധനം? എന്നാ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ ഈ സാധനം? ഇതിന് എത്ര മാർക്ക് കൊടുക്കുമെന്ന് പറയണേ. ഹൈ എത്ര മാർക്ക് കൊടുക്കും? 10ൽ 10ൽ എത്ര കൊടുക്കും? മില്യൺ അല്ലേ, 10ൽ പറഞ്ഞാൽ 10 കൊടുക്കുമോ? ഓ മൈ ഗോഡ്. ഇത് എത്ര തരും മാർക്ക്? 10 തരുവാ? ഇതേം 10 തരുവാ? നീ കഴിച്ചായിരുന്നാ? ഭയങ്കര ഒന്നോട് കഴിച്ചു. എങ്ങനെയുണ്ട് ഹിത? ഈ ലവ് ആണ് ലവ്. അടിപൊളി സാധനം. ഹോട്ടലിലൊക്കെ ചെയ്യുന്ന ടൈപ്പാണെന്ന് പറഞ്ഞാലും റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാലും അതിനേക്കാളും അതുക്കും മേലെയാണിത്. അതുകൊണ്ട് ഈ സെയിം റെസിപ്പി തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും കാണുന്നവരെ വണക്കം. താങ്ക് യു.